സർ, ഏറ്റവും നല്ല ക്രമസമാധാന നിലയുള്ള കുറ്റാന്വേഷണ മികവുള്ള സംസ്ഥാനമായി കേരളം വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങൾ മാനിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കി ന്യായവും നിഷ്പക്ഷവുമായി നീതി നടപ്പിലാക്കി ജനങ്ങളോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയും അതുവഴി സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന മികച്ച സേനയാണ് കേരളത്തിൻ്റേത്. ജനാധിപത്യ മൂല്യം ഉൾക്കൊള്ളുന്ന സേവന സന്നദ്ധരായ മികച്ച പ്രൊഫഷണലുകളെ സൃഷ്ടിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ ജനമൈത്രി സുരക്ഷാ പദ്ധതി, സ്റ്റുഡൻറ്റ് പോലീസ്, കടലോര ജാഗ്രതാ സമിതി, വനിതാ പോലീസ് വിഭാഗം, ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള പ്രത്യേക നിയമനങ്ങൾ, ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനുകൾ എന്നിവ ഈ ലക്ഷ്യം സാധ്യമാക്കുന്നതിനുള്ള ശക്തമായ ഇടപെടലുകളാണ്. സാമൂഹ്യ മാധ്യമ ഇടങ്ങളിൽ സാമ്പ്രദായിക രീതിയിൽ നിന്ന് വിഭിന്നമായി പോലീസിൻ്റെ മീഡിയ വിഭാഗം നടത്തിവരുന്ന പ്രചാരണം ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ളവരുടെ അംഗീകാരം നേടിയിട്ടുണ്ട്. പോലീസിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് 1.9 മില്യൺ ഫോളോവേഴ്സ് എന്ന അസാധാരണ നേട്ടവും സ്വന്തമാക്കിയിട്ടുണ്ട്. ലോകത്തൊട്ടാകെ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന പ്രവണതയാണ്. നമ്മുടെ നാട്ടിലും ഇത്തരം കെണികളിൽ പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇത് കണക്കിലെടുത്ത് പുതുതായി രൂപം കൊടുത്ത സൈബർ പോലീസ് ഡിവിഷൻ ഈ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനമാണ് നടത്തിവരുന്നത്. സാങ്കേതിക വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിരവധി പേരാണ് പോലീസ് സേനയിലേക്ക് പുതുതായി കടന്നു വരുന്നത്. ഇവരുടെ സേവനം വിനിയോഗിച്ച് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കുറ്റാന്വേഷണങ്ങളിലും മറ്റും അതിവേഗം ഫലപ്രാപ്തി ഉണ്ടാക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള പ്രധാന പദ്ധതികളുടെ വിശദാംശങ്ങൾ അനുബന്ധമായി ചേർത്തിരിക്കുന്നു. സർ, ബിയും സിയും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന അച്ചടക്ക നടപടികളും നിയമ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. 2016 മുതൽ 2024 മെയ് 31 വരെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിൻ്റെ പേരിൽ 108 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അഴിമതി, നിയമവിരുദ്ധ പ്രവർത്തനം, മാഫിയ ബന്ധം എന്നിങ്ങനെ ആരോപണ വിധേയമായ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നുണ്ട്. ക്രിമിനൽ ബന്ധങ്ങളുണ്ടെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട്.